കൊല്ലം സ്വദേശികളിൽ 2 പേരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. ശൂരനാട് വയ്യാങ്കര സ്വദേശി ഷമീറിൻ്റെയും സുമേഷ് സുന്ദറിൻ്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പുനലൂർ സ്വദേശി സാജൻ്റെയും വിളച്ചിൽക്കാല സ്വദേശി ലൂക്കോസിൻ്റെയും മൃതദേഹങ്ങൾ നാളെയാണ് സംസ്കരിക്കുക. പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാൻ 100 കണക്കിന് ആളുകൾ ആണ് എത്തിയത്. അരുൺ ചേരുന്നു. അരുൺ, അങ്ങനെ ആവാൻ തരമുള്ളൂ. നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരാണ്. അവധിക്കൊക്കെ എത്തുമ്പോൾ നാട്ടിലെ പരിപാടികളൊക്കെ സജീവമായി നിൽക്കുന്ന നാടിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. അരുൺ. ഹാഷ്മി, തീർച്ചയായും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കി വെച്ചാണ്, ഉറ്റവരുടെ ഈ കരുതലും പ്രാർത്ഥനകളും എല്ലാം ബാക്കി വെച്ചാണ്, അതിനെ വിപുലപ്പെടുത്തിക്കൊണ്ടാണ് ഈ 4 പേരും, അല്ലെങ്കിൽ ഇന്ന് നമ്മളെ വേദനയിലാക്കിയ ഈ 23 പേരും യാത്രയായിരിക്കുന്നത്. അവരുടെ വേദനകളെ സംബന്ധിച്ച് ഇനി വാക്കുകൾക്ക് അതീതമാണ് ആ വേദനകളെല്ലാം തന്നെ. കൊല്ലം ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ 4 പേരാണ് കൊല്ലം ജില്ലയിൽ കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ടത്. അതിൽ 2 പേരുടെ സംസ്കാരം അടക്കം ഇന്ന് കഴിയുകയും ചെയ്തു. കൊല്ലം മതിൽ സ്വദേശി സുമേഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടിലാണ് നടന്നത്. 7 വയസ്സുകാരി അവനികയാണ് എല്ലാവരുടെയും മനസ്സിലൊരു തീരാവേദനയായി ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. അച്ഛൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുമ്പിൽ എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ, എന്താണ് അവിടെ നടക്കുന്നതെന്ന് പോലും അറിയാതെ ആ 7 വയസ്സുകാരി എല്ലാവരെയും നോക്കി പകച്ചു നിൽക്കുന്ന കാഴ്ച അത് ഇപ്പോഴും ഉള്ളിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് ഷമീറിൻ്റെ വീടാണ്. അത് യത്തീംഖാനയിൽ നിന്ന് പഠിച്ച് തൻ്റെ ജീവിതം കരുപിടിപ്പിക്കുന്നതിനായി പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ ഷമീറിൻ്റെ ഏറ്റവും ഒരു വലിയ സ്വപ്നം സ്വന്തമായി ഒരു വീട്, ആ ഭവനത്തിൽ സ്വസ്ഥമായി കുറച്ച് നാളെങ്കിലും കഴിഞ്ഞുകൂടണം എന്നുള്ളതാണ്. പക്ഷേ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞ് 9 മാസം പിന്നിടുമ്പോഴേക്കും ഷമീറിനും ജീവിതത്തിലുണ്ടായത് വലിയ ദുരന്തമാണ്. ഷമീറിന് ഈ ലോകത്തോട് തന്നെ വിട പറയേണ്ടി വന്നു, പ്രിയപ്പെട്ടവരോട് വിട പറയേണ്ടി വന്നു. ആ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. സംസ്കാര ചടങ്ങുകളിലടക്കം അത് പ്രകടമായിരുന്നു. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോരുമല്ലാത്ത ചിലർ മരിച്ചു പോകുമ്പോഴുണ്ടാകുന്ന വേദനയാണ് ഇന്ന് നാം എല്ലാം കണ്ടത്. ഒരു മനുഷ്യർ ഒന്നാകെ കരയുന്ന കാഴ്ചയാണ്. നാളെ 2 പേരുടെ സംസ്കാര ചടങ്ങുകൾ കൂടി പൂർത്തിയാകാനുണ്ട്. ആദിസല്ലൂർ വിളച്ചിക്കാല സ്വദേശി ലൂക്കോസിൻ്റെതാണ്. അത് ബന്ധുക്കളടക്കം വിദേശത്ത് നിന്ന് എത്തേണ്ടതുണ്ട്. അവരുടെ കൂടി നാളെ അവരെത്തിയാൽ ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകൾ 12 മണിയോടെ തുടങ്ങും എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. പുനലൂർ സ്വദേശി സാജൻ ജോർജ്, സാജനെ സംബന്ധിച്ചാണെങ്കിൽ സ്വാശ്രയ കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നതിനിടയിലാണ് അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പ്രവാസ ലോകത്തേക്ക് എത്തുന്നത്. അച്ഛൻ എന്ന് പറഞ്ഞത് മകന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണമെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകണമെന്ന ചിന്തയിലാണ് മകനെ ഈ കുവൈറ്റിലേക്ക് പറഞ്ഞു വരുന്നത്. പക്ഷേ അത് ഇത്തരത്തിലാകുമെന്ന് കരുതുന്നില്ല. തൻ്റെ ഉള്ളിൽ ഇപ്പോഴും അത് ഉലയ്ക്കുകയാണ്. ആ വേദന ഇപ്പോഴും തളം കെട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് അച്ഛൻ്റെ വാക്കുകൾ. ആ സാജൻ ജോർജിൻ്റെയും സംസ്കാര ചടങ്ങുകൾ നാളെ വീട്ടിൽ നടക്കും. എന്തായാലും കേരള മനസ്സാക്ഷിയെ നടുക്കുന്ന, ലോക മനസ്സാക്ഷിയെ നടുക്കിയ ഒരു ദിനം കൂടിയാണ് കടന്നു പോകുന്നത്. അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വാർത്ത എന്ന് പറയാൻ പറ്റുമോ? ആ വേദനയുടെ വിവരങ്ങൾ നൽകിയത്. അനിൽ കോൺസ്റ്റന്റൈൻ പറയുന്നു, എൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റാണ് അപകടം നടന്നത്. വേദന ഇപ്പോഴും നിൽക്കുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല. ജീവന് വേണ്ടി കേടുന്ന സഹോദരങ്ങളെ നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ അത് നേരിട്ട് കണ്ടവർക്കൊക്കെ ഉണ്ടാകുന്ന ട്രോമ ചെറുതല്ലാത്ത ട്രോമ ഉണ്ടാകും. അവിടുത്തെ പ്രവാസി സംഘടനകൾ ഉണ്ടല്ലോ, കുറേയധികം പ്രവാസി സംഘടനകൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ കൈകോർത്ത് വലിയ മതിൽ പോലെ നിൽക്കുന്ന വലിയ പ്രവാസ സംഘടന ഉള്ള നാടുകൂടിയാണ് അവിടെ. അപ്പോൾ അവർ അതിനടുത്തുള്ള ഫ്ലാറ്റുകളിലെ മനുഷ്യരുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വെക്കണം എന്ന് പറയുകയാണ്. കാര്യം അത്രത്തോളം വലിയ വേദന ഉള്ളിൽ പേറുന്നുണ്ടാവില്ലേ.